കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം തിറവെള്ളാട്ട് ദിവസമായ ജനുവരി 3 ശനിയാഴ്ച വൈകിട്ട് 8 മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി 100-ൽ പരം വാദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിന്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു. എഴുന്നള്ളിപ്പിന് അകമ്പടിയായി തിറയാട്ടവും മറ്റു ദൃശ്യവാദ്യ കലാരൂപങ്ങളും അരങ്ങേറുന്നു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. മണലൂർ അയ്യപ്പൻകാവ് ദേശവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന കലാ സാംസ്കാരിക സന്ധ്യ തുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. പൂവില്ല, മാലില്ല, വിളക്കില്ല, തൂവലില്ല എങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് എന്താ പറയുക, 10 ആൾ നിന്നാൽ പോലും മതിയാവാത്ത കാര്യങ്ങളാണ് ഇനി ഇവിടെ അങ്ങോട്ട് നടക്കാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ എൻ്റെയൊക്കെ ഓർമ്മകൾ നോക്കുമ്പോൾ ഈ അന്നത്തെ കാലത്ത് നിന്ന സൗകര്യങ്ങളില്ല. ഞാൻ ഓർക്കാണ് 1-2 കാര്യങ്ങൾ. കോലാട്ട രാധേട്ടൻ അന്ന് കൈയൊടിഞ്ഞിങ്ങനെ ഒരു പ്ലാസ്റ്റർ ഇട്ട് നിൽക്കുകയാണ്. ഏകദേശം 5 മണി സമയം, വിളക്കിൻ്റെ അന്നാണ് കേട്ടോ. ജനുവരി 1-ാം തീയതി വിളക്ക് അമ്പലം കൂട്ടി അവസാനിക്കുന്ന സമയമാണ്. ഏകദേശം ഒരു 4-4:30 മണിയായി കാണും. ആ നേരത്ത് പറയുകയാണ് ഇളനീര് പൂജയ്ക്ക് കുറവാണ്. രാധേട്ടൻ അന്നൊക്കെ ചെത്തുകാരുള്ളത് കൊണ്ട് ഒരു പ്രശ്നമില്ല, ടക്ക് എന്നിട്ട് കയറാം. പക്ഷെ രാധേട്ടൻ്റെ കൈയൊടിഞ്ഞ് കയറാൻ പറ്റുന്നില്ല. ഉടനെ തന്നെ പൂശ്ശേരി പ്രവചേട്ടൻ്റെ ബാക്കിലുണ്ട് പൂശ്ശേരി പ്രവചേട്ടൻ, അദ്ദേഹം ഇല്ല. അദ്ദേഹത്തിൻ്റെ വീടുമുറ്റത്തുള്ള ഒരു വലിയ തെങ്ങിൻ്റെ മുകളിൽ എന്നെ പിടിച്ച് കയറ്റി, കുരങ്ങൻ്റെ പോലെ കയറാമെന്ന് പറഞ്ഞു. ഞാൻ കയറി എന്തോ ഒരു ദൈവകുലത്തിനോട് കയറി ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് 3-4 ഇളനീരൊക്കെ വെട്ടി ഇവിടെ കൊണ്ടുപോയി കൊടുത്തു. ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുധീർ പൊറ്റേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MT താജൻ, പ്രോഗ്രാം കൺവീനർ സുനിൽ കൊച്ചത്ത്, TG രഞ്ജിത്ത്, CS അജീഷ്, TM ബിജു, ഗംഗാ സുദർശ്, VA വൈശാഖ്, TC വിപിൻ, CH രാഹുൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഗണപതി ഭഗവാനേ നമാമി. ലകളണിയണ വരദനെ ചന്ദനത്തിൻ മണമുള്ള നന്ദനത്തിൽ കൂടികൊള്ളും മന്മധാരി ശിവസുതനി അയ്യപ്പ മാധവന്റെ തിരുമകൻ.